കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ പേപ്പർ ആയിട്ടുള്ള MHI 106 എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ് എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് PYQUA അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. ബേസിക്കലി നമ്മൾ ഈ ഒരു PYQUA ക്രിയേറ്റ് ചെയ്യുന്നതിന് 3 സോഴ്സസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സെക്കൻഡ് വൺ SLM അഥവാ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ 2025 to 2026 വാലിഡ് ആയിട്ടുള്ള ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ്. സോ ഈ 3 സോഴ്സസും അനലൈസ് ചെയ്തുകൊണ്ടാണ് PYQUA ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസംബർ 2021 മുതൽ ഡിസംബർ 2025 വരെ ഇഗ്നോ നടത്തിയിട്ടുള്ള 9ഓളം വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയലിൽ വരുന്ന 33 യൂണിറ്റ്സ് ആണുള്ളത്. ഈ 33 യൂണിറ്റ്സ് നമ്മൾ ക്രോസ് റെഫറൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു PYQUA ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു PYQ ഡോക്യുമെന്റിലൂടെ നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരിക, എത്ര മാർക്കിനായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും ഇതിലൂടെ. ദെൻ ഹൈ യീൽഡ് സിലബസ് മാപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 33 യൂണിറ്റ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുണ്ട്. ഈ 33 യൂണിറ്റും നിങ്ങൾ ഒരേ റെലവൻസോട് കൂടിയിട്ടാണോ നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സ് ഉണ്ടോ? അങ്ങനെയുള്ള യൂണിറ്റ് ഏതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഏതൊക്കെ യൂണിറ്റിൽ നിന്നുമാണ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമ്മളുടെ ലേൺവൈസ് ആപ്പിലെ PYQUA ബുക്ക്ലെറ്റിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് എങ്ങനെ എഴുതണം, ഏതൊക്കെ കണ്ടന്റ്സ് അതിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ ഒരു 3 ഹവേഴ്സിന്റെ എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓരോ ആൻസേഴ്സും എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇനിയുള്ള പ്രിപ്പറേഷൻ വളരെ സ്മാർട്ട് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിപ്പോ നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന ലേണേഴ്സ് ആണെങ്കിലും അല്ല ഇനി റിവിഷന് നടത്തുന്ന ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡോക്യുമെന്റിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിച്ച് കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം എഴുതാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്നുള്ളതാണ്. ഈ ഒരു ഡോക്യുമെന്റിന് നിങ്ങൾ ഏത് രീതിയിൽ യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലിലായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ. ചിലര് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവാം, ചിലര് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, ചിലര് തീരെ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇവിടെ 3 പാത്ത് ഡിസ്കസ് ചെയ്യും. ഈ 3 പാത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പാത്ത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനും അതനുസരിച്ച് വേണം ഇനിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ
യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് പാത്ത് 1 ആണ്. 10 days സ്പ്രിന്റ് ആണ്. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ്. അതായത് എക്സാമിന് ഒരു 10 ദിവസം മുന്നേ മാത്രം പഠിക്കാനിരിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാത്ത് 1. സോ ഇങ്ങനെയുള്ള ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും ഉണ്ടാവുക. ഈവൻ ദോ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം വേണമെങ്കിൽ പോലും അതിനെ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ആ ഒരു സമയത്ത് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, ഇതിനുള്ള ഒരു മെത്തേഡാണ് പാത്ത് 1 പറയുന്നത്. സോ നിങ്ങൾ പാത്ത് 1 ഇൻക്ലൂഡ് ആവുന്ന ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് PYQ UA ബുക്ക്ലെറ്റിലെ സെക്ഷൻ 4 ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ആണ്. ഈ ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഓരോ യൂണിറ്റിനെയും നമ്മൾ ഹൈ ഈൽഡ് യൂണിറ്റ്, മീഡിയം ഈൽഡ് യൂണിറ്റ്, ലോ ഈൽഡ് യൂണിറ്റ് ഇങ്ങനെ 3ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഇതിൽ 3 സ്റ്റാർ എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഹൈ ഈൽഡ് യൂണിറ്റ്സ് വേണം നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ ഒരു 10 days നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 10 daysൽ നിങ്ങൾ എന്താക്കുക, ഈ ഹൈ ഈൽഡ് 3 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 7, യൂണിറ്റ് 12, യൂണിറ്റ് 13, യൂണിറ്റ് 16, യൂണിറ്റ് 17, യൂണിറ്റ് 19, യൂണിറ്റ് 25 ആൻഡ് യൂണിറ്റ് 29 ആണ്. ഇനി നെക്സ്റ്റ് പാത്ത് 2 ആണ്. 30 days സ്ട്രാറ്റജിസ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണിത്. പാർട്ട് 2 മെയിൻലി എക്സാമിന് 1 month മുന്നേ തന്നെ പഠിക്കാനിരിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ചെയ്യേണ്ടത് സെയിം നിങ്ങൾ സെക്ഷൻ 4 കൊടുത്തിട്ടുള്ള ഹൈ ഈൽഡ് സിലബസ് മാപ്പിൽ 3 സ്റ്റാർ എന്നും 2 സ്റ്റാർ എന്നും മാർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റ് നിങ്ങൾ പഠിച്ചു പോകണം. ഓരോ യൂണിറ്റും പഠിക്കുന്ന കൂടെ തന്നെ അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈ 3 സ്റ്റാർ ആൻഡ് 2 സ്റ്റാർ യൂണിറ്റ്സ് കംപ്ലീറ്റ് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോവാം. നെക്സ്റ്റ് പാത്ത് 3 ആണ്. 60 days സ്കോളർ, ഒരു കോംപ്രഹെൻസീവ് മാസ്റ്ററി ആണ്. എക്സാമിന്റെ ഒരു 2 month മുന്നേ തന്നെ പഠിക്കാനിരിക്കുന്ന, എക്സാമിന് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ, ഒരു ഡിസ്റ്റിങ്ഷൻ ഒക്കെ എയിം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നും ആ ഒരു കോൺസെപ്റ്റിൽ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നും ആഗ്രഹിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാത്ത് 3. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നമ്മളുടെ സെൽഫ് ലേണിംഗ് മെച്ചിലത് SLM കൊടുത്തിട്ടുള്ള ഓരോ യൂണിറ്റും നിങ്ങൾ കവർ ചെയ്ത് പോകണം. യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് കവർ ചെയ്യുക. ഓരോ യൂണിറ്റും പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. മാർജിൻ നോട്ട്സ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നോട്ട്സ്, കീ ആർഗ്യുമെന്റ്സ് ആൻഡ് ഹിസ്റ്റോറിയൻസ് എന്തൊക്കെ അതിനെ ബേസ് ചെയ്ത് പറയുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ റിവിഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതാണ് 3 പാത്തുകൾ. ഇതിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ലെവൽ അനുസരിച്ചുള്ള ഒരു പാത്ത് ചൂസ് ചെയ്തിട്ട് വേണം ഇനിയുള്ള എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിലാണ്. നമ്മൾ MHI 106 തന്നെ 9ഓളം വരുന്ന PYQs അനലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള കീ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ 100ലാണ് മാർക്സ് വരുന്നത്. 3 hours ആണ് ഡ്യൂറേഷൻ. യൂഷ്വലി 10 questions ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. ഓരോ സെക്ഷനിലും 5 questions വീതമായിരിക്കും. അങ്ങനെ 2 സെക്ഷനിലും കൂടെ ആയിട്ട് ടോട്ടൽ 10 question. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മളോട് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഈ 10 questions തന്നതിൽ ഏതെങ്കിലും 5 question നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ വേറൊരു ഇൻസ്ട്രക്ഷൻ പറയാ, സെക്ഷൻ 1 നിന്നും നിങ്ങൾ മസ്റ്റ് ആയിട്ട് 2 questionഉം സെക്ഷൻ 2 നിന്നും മസ്റ്റ് ആയിട്ട് 2 questionഉം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. സോ നമുക്ക് ഇവിടെ 2 സെക്ഷനും എന്താണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 1 നിന്നും 2 question എന്തായാലും അറ്റൻഡ് ചെയ്യണം. സെക്ഷൻ 2 നിന്നും 2 question എന്തായാലും അറ്റൻഡ് ചെയ്യണം. പിന്നെ സെക്ഷൻ 1 നിന്നോ 2 നിന്നോ ആയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 500 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ എക്സാം പേപ്പറിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് 40% ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ലോങ് എസ്സേ ആയിട്ട് തന്നെയാണ്. ദെൻ സെക്ഷൻ 1 40% ലോങ് എസ്സേ, സെക്ഷൻ 2 40% ലോങ് എസ്സേ, ദെൻ സെക്ഷൻ 1 ഷോർട്ട് നോട്ട്സ് ഉണ്ടാവുമല്ലോ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5 അത് 10% ആണ്. സെക്ഷൻ 2 ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10 10%. ഈ രീതിയിലാണ്
ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹൈ ഈൽഡ് സിലബസ് മാപ്പിലേക്കാണ് കിടക്കുന്നത്. ടോട്ടൽ 33 യൂണിറ്റ്സ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതിൽ ഓരോ യൂണിറ്റിനെയും 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 33 യൂണിറ്റ്സിനെ 3 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ഈ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ യൂണിറ്റ് മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ജസ്റ്റ് പാസിനുള്ള മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഇത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫോർ പാസിംഗ് ആണ് 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ്സ്. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന്റെ 50% ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി 2 സ്റ്റാർ മീഡിയം ഈൽഡ് യൂണിറ്റ്സ് ആണ്. ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ. 30% ടൈം ആണ് ഈ ഒരു യൂണിറ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ ഏറ്റവും അവസാനം വരാം ലോ ഈൽഡ് യൂണിറ്റ് ആണ്. 1 സ്റ്റാർ ലോ ഈൽഡ് യൂണിറ്റ് ആണ്. അപ്പിയേഴ്സ് ഒക്കേഷണലി ആണ്. ഗുഡ് ഫോർ കോംപ്രഹെൻസീവ് കവറേജ്. 20% ടൈം ആണ് നിങ്ങൾ ഈ ഒരു 1 സ്റ്റാർ ലോ ഈൽഡ് യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഓരോ യൂണിറ്റും ഏത് കാറ്റഗറിയാണ് വരുന്നത് നോക്കാം. യൂണിറ്റ് 1 റീകൺസ്ട്രക്ടിങ് ഏൻഷ്യൻ സൊസൈറ്റി സോഴ്സസ് ആണ്. 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 2 ഹണ്ടിങ് ഗാദറിംഗ് ഏർലി ഫാമിംഗ് സൊസൈറ്റി പാസ്ട്രലിസം 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 3 ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് കാൽക്കോളിത്തിക് കൾച്ചേഴ്സ് 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 4 സൊസൈറ്റീസ് റെപ്രസെന്റഡ് ഇൻ വേദിക് ലിറ്ററേച്ചർ 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 5 അയേൺ ഏജ് കൾച്ചേഴ്സ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 6 സോഷ്യോ റിലീജിയസ് ഫെർമെന്റ് ബുദ്ധിസം ആൻഡ് ജൈനിസം 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 7 എമർജൻസ് ഓഫ് ബുദ്ധിസ്റ്റ് സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 8 അർബൻ ക്ലാസസ് ട്രേഡേഴ്സ് ആർട്ടിസൻസ് ആൻഡ് ഗിൽഡ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 9 ചൈത്യാസ് വിഹാരാസ് ആൻഡ് ട്രൈബൽ ഇന്ററാക്ഷൻ 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 10 ഏർലി തമിഴ് സൊസൈറ്റി സംഘം ലിറ്ററേച്ചർ ആൻഡ് തിണൈ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 11 മാരേജ് അൺടച്ചബിലിറ്റി വർണ്ണ ജാതി പാറ്റേൺസ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയാണ് വരുന്നത്. യൂണിറ്റ് 12 ട്രാൻസിഷൻ ടു ഏർലി മിഡീവൽ സൊസൈറ്റീസ് 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 13 അർബൻ ഡിക്ലൈൻ ഫ്യൂഡലിസം ഡിബേറ്റ് 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 14 പ്രോളിഫറേഷൻ ആൻഡ് കൺസോളിഡേഷൻ ഓഫ് കാസ്റ്റർ ജാതീസ് 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 15 റിലീജിയൻ ഇൻ സൊസൈറ്റി ടെമ്പിൾ ആൻഡ് ഇറ്റ്സ് റോൾ 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 16 വില്ലേജ് കമ്മ്യൂണിറ്റി 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 17 റൂറൽ സൊസൈറ്റി നോർത്ത് ഇന്ത്യ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 18 റൂറൽ സൊസൈറ്റി പെനിൻസുലാർ ഇന്ത്യ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 19 ക്ലാൻസ് ആൻഡ് കോൺഫെഡറസീസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ രജ്പുത്സ് 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 20 അർബൻ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്ത് ഇന്ത്യ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്.
ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയാണ് വരുന്നത്. യൂണിറ്റ് 21 ചേഞ്ചിങ് സോഷ്യൽ സ്ട്രക്ചർ പെനിൻസുലാർ ഇന്ത്യ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയാണ് വരുന്നത്. യൂണിറ്റ് 22 സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് ഭക്തി, നായനാസ് ആൻഡ് ആൾവാസ് 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 23 ദ 18th സെഞ്ചുറി സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 24 നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ് പെർസെപ്ഷൻ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 25 സ്റ്റഡിയിങ് കാസ്റ്റസ് ഇൻ ദി ന്യൂ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ ഹൈ കാറ്റഗറി വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 26 ഓവർസീസ് മൈഗ്രേഷൻ പാറ്റേൺസ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 27 സോഷ്യൽ സ്ട്രക്ചർ ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 28 കൊളോണിയൽ ഫോറസ്റ്റ് പോളിസീസ് ആൻഡ് ക്രിമിനൽ ട്രൈബ്സ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 29 ജെൻഡർ ഓർ വിമൻ അണ്ടർ കൊളോണിയലിസം 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 30 സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 31 പോപ്പുലർ പ്രൊട്ടസ്റ്റ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 32 സ്റ്റഡിയിങ് ട്രൈബ്സ് അണ്ടർ കൊളോണിയലിസം 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 33 സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കൊളോണിയൽ 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ ഓരോ യൂണിറ്റും മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ആദ്യം ഹൈ yield യൂണിറ്റ്സ് പഠിക്കാം, ദെൻ മീഡിയം yield യൂണിറ്റ്സ് പഠിക്കാം, ദെൻ ലോ yield യൂണിറ്റ്സും പഠിക്കാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ കാണിക്കുന്ന ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് ടോപ്പ് 10 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാം ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്നുള്ള ഏരിയയിൽ നിന്നും 7 തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കാസ്റ്റ് അണ്ടർ കൊളോണിയലിസം എന്നുള്ള ഏരിയയിൽ നിന്നും 6 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. രജ്പുത് ക്ലാൻ ഫോർമേഷൻസ് എന്നുള്ള ഏരിയയിൽ നിന്നും 6 തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധിസം ഇൻ സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ എന്നുള്ള ഏരിയയിൽ നിന്നും 6 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോഴ്സസ് ഫോർ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഏരിയയിൽ നിന്നും 6 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പാലിയോളിത്തിക് സൊസൈറ്റീസിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വർണ്ണ ഇൻ ദ വേദിക് പീരീഡ് എന്നുള്ള ഏരിയയിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫ്യൂഡലിസം ഡിബേറ്റ് ആ ഒരു ഏരിയയിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏർലി മിഡീവൽ സൊസൈറ്റി ഡിബേറ്റ്സ് 5 തവണയാണ് റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത്. ദെൻ വില്ലേജ് കമ്മ്യൂണിറ്റി എന്നുള്ള ഏരിയയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് ലേൺവൈസ് ആപ്പിൽ PYQ UA ബുക്ക്ലെറ്റിലാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഹണ്ടിങ്, ഗാദറിംഗ്, ഏർലി ഫാമിംഗ് സൊസൈറ്റി, പാസ്റ്ററലിസം എന്നുള്ള ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വന്നിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സാമിൻ ദ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ പാലിയോളിത്തിക് സൊസൈറ്റീസ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് മെൻഷൻ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ ഏർലി ഫുഡ് പ്രൊഡ്യൂസിംഗ് സൊസൈറ്റീസ്. വാട്ട് വാസ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഏർലി ഫുഡ് പ്രൊഡ്യൂസിംഗ് സൊസൈറ്റീസ്. സെക്കൻഡ് അർബൻ ക്ലാസസ്, ട്രേഡേഴ്സ്, ആർട്ടിസൻസ്, ഗിൽഡ് എന്നുള്ള ഏരിയയിൽ നിന്നുമാണ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഡിസ്ക്രൈബ് ദ ഗിൽഡ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഫ്രം 6th century BC to 4th century CE. What was the role and functions of guilds in the early medieval period? Second question, discuss the nature of second urbanization in India.
നെക്സ്റ്റ് നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ് പെർസെപ്ഷൻ എന്നുള്ള ഏരിയയിൽ നിന്നുമാണ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് their social background shape the perception of the nationalist about the Indian society? Discuss socio-religious reform movements or evaluate the views of nationalists regarding internal social divisions. Second question, to what extent were the 19th century socio-religious movements a protest against the contemporary social structure? നെക്സ്റ്റ്, റീകൺസ്ട്രക്ടിങ് ഏൻഷ്യൻ ഇൻ സൊസൈറ്റി സോഴ്സസ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നത്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഈസ് ഡിസ്കസ് സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് ഏൻഷ്യൻ സൊസൈറ്റീസ്. ഹൗ ക്യാൻ വൺ കൺസ്ട്രക്ട് ദ ഏൻഷ്യൻ സൊസൈറ്റി ത്രൂ ആന്ത്രപ്പോളജിക്കൽ റീഡിങ്സ്. നെക്സ്റ്റ്, ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് കാൽക്കോളിത്തിക് കൾച്ചേഴ്സ് എന്നുള്ള ഏരിയയിൽ നിന്നുമാണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബിലിറ്റിയിൽ വന്നിട്ടുള്ളത്. അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. Discuss Harappan urbanism and its characteristics. അല്ലെങ്കിൽ discuss the nature of societies in Harappan settlements, or did the Harappan social structure reflect its urban ethos? Most repeated ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സൊസൈറ്റീസ് റെപ്രസെന്റഡ് ഇൻ വേദിക് ലിറ്ററേച്ചർ എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബിലിറ്റിയിൽ വന്നിട്ടുള്ളത്. ഡിസ്കസ് ദ റോൾ വർണ്ണ പ്ലേഡ് ഡ്യൂറിംഗ് ദ വേദിക് പീരിയഡ്. വാസ് ഇറ്റ് ദ സോൾ ഐഡന്റിറ്റി അവൈലബിൾ ടു ദ പീപ്പിൾ? മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അയേൺ ഏജ് കൾച്ചേഴ്സ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബിലിറ്റിയിൽ വന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് ക്രിട്ടിക്കലി എക്സാമിൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അയേൺ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. നെക്സ്റ്റ്, എമർജൻസ് ഓഫ് ബുദ്ധിസ്റ്റ് സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബിലിറ്റിയിൽ വന്നിട്ടുള്ളത്. ഡിസ്കസ് ദ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം ഇൻ സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൈത്യാസ്, വിഹാരാസ് ആൻഡ് ട്രൈബൽ ഇന്ററാക്ഷൻ എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. റൈറ്റ് എ നോട്ട് ഓൺ ദ ചൈത്യാസ് ആൻഡ് വിഹാരാസ്. വാസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈത്യാസ് ആൻഡ് ദ ട്രൈബൽ വേൾഡ്? നെക്സ്റ്റ്, ഏർലി തമി സൊസൈറ്റിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് തിനൈ കോൺസെപ്റ്റ് ഇൻ ഏർലി തമി ഹിസ്റ്ററി, ഓർ ഹൗ ഡസ് ദ സംഗം ലിറ്ററേച്ചർ ഹെൽപ്പ് us ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഏർലി തമി സൊസൈറ്റി? ഇത്രയാണ് ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകളാണ്. സോ ഇവിടെ നമ്മൾ രണ്ട് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ലേൺ വൈസ് ആപ്പിൽ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആദ്യത്തെ സെറ്റ് പ്രാക്ടീസ് സെറ്റ് എ ഹൈ പ്രോബിലിറ്റി പേപ്പർ ആണ്. ടൈം 3 hours ആണ്. അറ്റംപ്റ്റ് എനി 5 questions ആൻഡ് 20 marks ഈച്ച് ആയിരിക്കും. സെക്ഷൻ 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി? Discuss the role of interpretation in reconstructing the past. Question number 2. Critically discuss the Harappan social structure. Did it reflect an urban ethos? Question number 3. Discuss the spread and popularity of Buddhism in central and peninsular India. Question number 4. Assess the debate on Indian feudalism. Discuss the key positions in this historiographical controversy. Question number 5. Write short notes on any two. Option A, Varna in the Vedic period. Option B, Iron Age cultures and their implications. Option C, Tinai concept in early Tamil society. Option D, proliferation of Jadis in the early medieval period. Question number 6. What is a village community? Examine the roles and functions of the village community in the medieval period. Question number 7. How do B.D. Chattopadhyay and Norman Ziegler view the Rajput clan formation in Western India? Elaborate. Question number 8. Caste was the invention of colonial modernity or a legacy of Brahmanical tradition? Comment. Question number 9. Comment on the changing role of women in colonial India. How did reform movements address the women's question? Question number 10. Write a short notes on any two. Peasantization of tribal societies. Option B, Nayanas and Alvas. Option C, growth of capitalist class. Option D, social structure of Northeast India under colonialism. നെക്സ്റ്റ് പ്രാക്ടീസ് സെറ്റ് ബി സർപ്രൈസ് റെഡി പേപ്പർ ആണ്. ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടുത്തൊരു സെറ്റ് ഓഫ് പേപ്പർ. ടൈം 3 hours. അറ്റംപ്റ്റ് എനി 5 questions ആൻഡ് 20 marks ഈച്ച്. Question 1. Discuss the process of domestication of plants and animals. How can archaeological evidence distinguish between tribal and state societies? Question number 2. How do the Vedic texts help us in understanding the social structure of Vedic societies? Discuss the significance of rituals. Question number 3. How do we interpret the early medieval period in Indian history? Discuss the key historiographical perspectives. Question number 4.
Discuss the role of the temple in early medieval Indian societies as a social, economic, and political institution. Question number 5. Write short notes on any two. Option A, Mesolithic Neolithic continuum. Option B, Chaityas and Biharas. Option C, Sangam literature as a historical source. Option D, Ajavigas and Logayats. Question number 6. Comment on the nature of rural society in Peninsular India. Discuss the Balutedas and Valangai Idangai divisions. Question number 7. How do you view the process of consolidation of community consciousness between 1300 to 1700 AD? Question number 8. Critically examine the nature of social discrimination during the colonial period. Question number 9. Discuss the changing trends in the historiography of migration. Trace overseas migration patterns during the 19th and 20th centuries. Question number 10. Write short notes on any two. Option A, Moplar tracing. Option B, colonial forest policy and its impact. Option C, criminal tribes. Option D, Veerashaivism. So ഇതാണ് പ്രാക്ടീസ് അറ്റ് ഡിയിലെ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മൾ ലേൺ വൈസ് ആപ്പിൽ PYQ UA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. സോ അതെല്ലാവരും റെഫർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റിലേക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു ആൻസർ നമ്മൾ എങ്ങനെ എഴുതണം, ആൻസർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെപ്പോഴും ആൻസർ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈ ഒരു ഫ്രെയിം വർക്കിലായിരിക്കണം ആൻസേഴ്സ് എഴുതേണ്ടത്. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 500 to 600 വേർഡ്സിലാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടി വരാം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഡയറക്റ്റ് ആൻസർ ആണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടി വരാം. എപ്പോഴും ഒരു 2 to 3 സെന്റൻസിലാണ് ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്. കോൺസെപ്റ്റ് എന്താണോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആക്കപ്പെടുന്നു, അതിന്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ എഴുതിയിരിക്കണം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മെയിൻ ബോഡിയാണ്. മെയിൻ ബോഡിയിൽ 4 മുതൽ 6 വരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എഴുതിയിരിക്കണം. ലോങ് പാരഗ്രാഫ് ആയിട്ട് ആൻസേഴ്സ് ചെയ്താൽ മെയിൻ കണ്ടന്റ് ഓരോ പോയിന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് അതിന്റെ എക്സ്പ്ലനേഷൻ, സെക്കൻഡ് പോയിന്റ് അതിനൊരു എക്സ്പ്ലനേഷൻ, എങ്ങനെ. ദെൻ മൂന്നാമതായിട്ട് കൺക്ലൂഷൻ ആണ് വരാം. മെയിൻ ബോഡി കഴിഞ്ഞാൽ നെക്സ്റ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എപ്പോഴും നമ്മൾ 2 to 3 സെന്റൻസിൽ തന്നെ എഴുതാൻ വേണ്ടി നോക്കുക. മെയിൻ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന്റെ മോഡേൺ റെലവൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഈ ഒരു പാറ്റേണിൽ എഴുതുമ്പോഴാണ് നമുക്കൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ ആണ് അതെന്ന് പറയാൻ പറ്റുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ പല ടൈപ്പിൽ ചോദിക്കാം. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവുമ്പം അതിനെ എങ്ങനെ ആൻസർ ചെയ്യണം നോക്കാം. ആദ്യം തന്നെ തിയറി എന്താണോ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാം. മെയിൻലി ഹൂ, വെൻ, വാട്ട് ഈ 3 കാര്യങ്ങൾക്കാണ് നമ്മൾ ആദ്യത്തെ നമ്മളുടെ ഒരു ഉത്തരം കൊടുക്കേണ്ടത്. ആരാണ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, തിയറി എന്താണ്. അതിനുശേഷം തിയറിയുടെ കോർ കോമ്പണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ് എഴുതാം. SLM കൊടുത്തിട്ടുള്ള ടേംസ് തന്നെ യൂസ് ചെയ്യുക. ദെൻ തിയറിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് എഴുതാം. ദെൻ തിയറിയുടെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം എഴുതാം. ആൻഡ് ഫൈനലി തിയറി ഇന്നത്തെ മോഡേൺ പ്രാക്ടീസുമായിട്ടോ റിലേറ്റഡ് തിയറീസുമായിട്ടോ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ദെൻ നമ്മളോട് ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഡിസ്കസ് എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വ്യൂസ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കണം. അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റും പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സും ഒക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എന്താണോ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യത്തിനെ നമ്മൾ ഡീപ്പായിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് തന്നെ എഴുതി പോവാം. ആൻഡ് ബ്രേക്ക് ഇൻ ടു കോമ്പണൻസ് ആൻഡ് ഷോ ഹൗ ദേ ഇന്റർ കണക്ട്. ഓരോ കോമ്പണൻസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുക, അതിന് നമ്മൾ ഇന്റർ കണക്ട് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ടൈം മാനേജ്മെന്റിലേക്കാണ് കിടക്കുന്നത്. ടോട്ടൽ 3 മണിക്കൂറുള്ള ഈ ഒരു എക്സാമിന് ഏത് രീതിയിൽ ടൈം മാനേജ് ചെയ്താലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ആദ്യത്തെ 5 മിനിറ്റിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റീഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതായത് ഈസി ആയിട്ടുള്ളത് ഏത്, മോഡറേറ്റ് ആയിട്ടുള്ളത് ഏത്, ടഫ് ആയിട്ടുള്ളത് ഏത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആദ്യം എഴുതി തുടങ്ങേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ 30 മിനിറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം ഇൻട്രൊഡക്ഷൻ, ദെൻ മെയിൻ ബോഡി, ദെൻ കൺക്ലൂഷൻ ഈ രീതിയിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത്. ദെൻ 6 മിനിറ്റ് ആണ് നിങ്ങൾ ഓരോ ആൻസേഴ്സും നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ മൊത്തം നമ്മൾ 5 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞാൽ ആ ഒരു 5 ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യല്ലോ.
അപ്പൊ അതിന് മൊത്തത്തിൽ അങ്ങനെയുള്ള ചെക്കിങ്ങിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 6 മിനിറ്റ് ആണ്. ഈ ഒരു സമയത്ത് ആ ഒരു ആൻസറിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മിസ്സിംഗ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ, കറക്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യുക. പിന്നെ അവസാനത്തെ 15 മിനിറ്റ്സിലാണ് നിങ്ങൾ ഓൾ ആൻസേഴ്സ് ഫൈനൽ റിവ്യൂ ചെയ്യേണ്ടത്. ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യാം, ഒരിക്കലും റീറൈറ്റ് ചെയ്ത് തുടങ്ങരുത്. ദെൻ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളിപ്പം 800 വേർഡ്സിൽ ലോങ് പാരഗ്രാഫ് ആക്കി എഴുതുന്ന ആൻസറിനേക്കാളും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക നമ്മളിപ്പം പറഞ്ഞ രീതിയിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു 400 വേർഡ്സിൽ എഴുതുന്ന ആൻസേഴ്സിനായിരിക്കും. സോ എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പോൾ ആ ഒരു നീറ്റോടും ക്ലാരിറ്റിയോടും കൂടിയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ആൻസേഴ്സ് ചെയ്താൽ അങ്ങനെയാകുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഇവിടെ പ്രാക്ടീസ് സെറ്റ് എ, പ്രാക്ടീസ് സെറ്റ് ബി, ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസ് ആപ്പിലായിരിക്കും ലഭിക്കുക. സോ ലേൺ വൈസ് ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ കംപ്ലീറ്റ് PYQ UA ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ്, personalized guidance on answer presentation and exam strategy, access to additional high probability question banks. ഇപ്പൊ നിങ്ങൾ ലേൺ വൈസ് ആപ്പ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിലൂടെ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. ആൻഡ് കംപ്ലീറ്റ് PYQ UA ബുക്ക്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഫോർ എവറി ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള PYQ UA ബുക്ക്ലെറ്റ് അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് PYQ UA ബുക്ക്ലെറ്റും ഡീറ്റെയിൽ ആൻസർ ബ്ലൂ പ്രിന്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാക്സ് ക്യൂറേറ്റഡ് ഫ്രം ലേറ്റസ്റ്റ് സെഷൻസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിന് പുറമേയുള്ള എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിലേക്കുള്ള ഒരു ആക്സസ് നിങ്ങൾക്ക് കിട്ടും. ദെൻ സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഓൺ ആൻസർ പ്രസന്റേഷൻ ആൻഡ് സ്കോറിംഗ്. ഓരോ ആൻസേഴ്സും എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്ട്രക്ചേർഡ് ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ദെൻ മെന്റർ സപ്പോർട്ട് ടു ക്ലാരിഫൈ ഡൗട്ട്സ് ബിഫോർ ദി എക്സാം. എക്സാമിന്റെ തൊട്ട് മുന്നേ വരെ നിങ്ങളുടെ ഏത് രീതിയിലുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെന്ററിന്റെ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ലേൺ വൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോ സിസ്റ്റത്തിലേക്കുള്ള ഒരു ആക്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇതുവരെയും നിങ്ങൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 7592939616 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. Our team will guide you through enrollment and help you plan your preparation. So all the very best for your term and examination. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.